കോതമംഗലത്തെ യുവാവിനെ വിഷം നൽകി കൊലപ്പെടുത്തി പെൺസുഹൃത്ത്. മാതിരപ്പള്ളി സ്വദേശി അൻസിലാണ് മരണപ്പെട്ടത്. പുല്ലിന് തളിക്കുന്ന വിഷം 300 മില്ലി ഉള്ളിൽ ചെന്നാണ് മരണമെന്ന് പരിശോധനയിൽ കണ്ടെത്തി. പെൺസുഹൃത്ത് പോലീസ് കസ്റ്റഡിയിലാണ്. സംഭവത്തിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അൻസിൽ മരിച്ചത്. സഹോദരൻ വിളിച്ച് പറയുക അങ്ങനെ വിഷകത്ത് നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ ഉള്ളിൽ വിഷകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആംബുലൻസിൽ വെച്ച് പുള്ളി പറഞ്ഞു, പുള്ളിയുടെ കൊണ്ടുപോയത് പുള്ളിയുടെ സഹോദരൻ തന്നെയാണ്. ആംബുലൻസിൽ വെച്ച് പറഞ്ഞു ഈ വിഷം അവർക്ക് എല്ലാവരും കൂടി ഒഴിച്ചു കൊടുക്കുകയോ ചെയ്തതെന്നാണ് പറഞ്ഞത്. വയറിനകത്ത് പോയിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് 500 ml അകത്ത് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ 300 ml അകത്തുണ്ട്. ഇത് ഒരുപാട് ഇത് അളവ് കൂടുതൽ അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പെണ്ണ് പുറത്തുനിന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പെൺകുട്ടിയായിട്ട് ഇവർക്ക് സൗഹൃദം സാമ്പത്തികമായിട്ടൊരു ചെറിയ ഇടപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനു മുമ്പ് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെൺകുട്ടീന് ഇതിനു മുമ്പായിട്ട് ആ വീട്ടിൽ പോയിട്ട് ചെറിയ മർദ്ദനമൊക്കെ ആ പെണ്ണായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ചെറിയ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് തീർത്തതൊക്കെയായിരുന്നു അത്. അപ്പോൾ ഈ ഉമ്മാനെ വിളിച്ചിട്ട് ഈ പെങ്കൊച്ച് പറഞ്ഞിട്ടുണ്ട്, നിന്നെ മോനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നാണോ പറഞ്ഞാലേ അതറിയില്ല, എന്തിനാന്നറിയില്ല. ഇല്ല, അവക്കടെ വീട്ടിൽ ചെന്ന് എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയില്ലത്. സാർമാരെ ഇവൻ വിളിച്ചാണ് പോലീസുകാരെ അറിയണത്. ഇവള് ഞങ്ങളുടെ വീട്ടിലേക്ക് അവർക്കടെ വീട്ടിലേക്ക് മോനെയും ഉമ്മാനെയും വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെ വിഷം കടത്തി ഇവിടെ കിടപ്പുണ്ട്, എടുത്തൊന്നും പൊക്കോട്ടോ. നവമി ദിനേശ് ചേരുന്നു. നവമി, കഷായത്തിൽ വിഷം നൽകി ഗ്രീഷ്മ കൊലപ്പെടുത്തിയ ഷാരോണിനെ അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറക്കില്ല. ഇവിടെ സമാനമായ കൊലപാതകം നടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗ്രീഷ്മ മോഡൽ ആവർത്തിക്കുകയാണ്. അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും ഭവ്യ. ഗ്രീഷ്മ ഷാരോണിനെ എങ്ങനെയാണോ കൊലപ്പെടുത്തിയത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും യുവതിയും അൻസലിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. യുവതി മറ്റൊരു കേസിലെ ഒരു പീഡന കേസിലെ ഇരയായതിനാൽ നമുക്ക് അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിയുകയും ചെയ്യില്ല. കുറച്ച് നാളുകളായി അൻസലും യുവതിയും തമ്മിൽ ബന്ധത്തിലായിരുന്നു. അതിനിടയിൽ 2 ദിവസം മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. പ്രത്യേകിച്ച് ഈ യുവതിക്ക് മറ്റ് ചില സുഹൃത്തുക്കൾ ഉള്ളത് ഈ അൻസലിന് ഇഷ്ടമായിരുന്നില്ല. പക്ഷെ അൻസൽ കല്യാണം കഴിഞ്ഞ 2 കുട്ടികളുടെ അച്ഛൻ കൂടിയാണ്. അങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും യുവതി പലതവണ അൻസലിനോട് ഈ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അൻസൽ പക്ഷേ ബന്ധത്തിൽ നിന്നും പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല. അന്നേ ദിവസം, അതായത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയോടുകൂടി അൻസൽ യുവതിയുടെ വീട്ടിലേക്ക് എത്തുന്നു. ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തിനൊടുവിലാണ് കയ്യിൽ കരുതിയിരുന്ന വിഷം യുവതി അൻസലിന് നൽകുന്നത്. അതെങ്ങനെയാണ് നൽകിയതെന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ വിഷം എങ്ങനെയാണ് അൻസലിനെ കുടിപ്പിച്ചതിലും വ്യക്തത കൈവരേണ്ടതുണ്ട്. അതെന്തായാലും പോലീസ് യുവതിയെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യം ചെയ്യലിലൊക്കെ ഒടുവിൽ നമുക്ക് അതിലൊരു കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കുകയും ചെയ്യും. പുലർച്ചെ, അതായത് ബുധനാഴ്ച രാത്രിയോടുകൂടി ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. യുവതി വിഷം നൽകുന്നു. പുലർച്ചെ അൻസിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് തനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു എന്ന് പറയുകയും പോലീസുടൻ എത്തുകയും ചെയ്തു. ആ സമയത്ത് തന്നെ യുവതി അൻസിലിന്റെ മാതാവിനെ വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ അൻസിൽ വിഷം കഴിച്ചു, വിഷം കുടിച്ച് ഇവിടെ വീട്ടിലുണ്ടെന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അൻസിലിന്റെ സഹോദരനും പോലീസ് ജീപ്പിൽ ഒപ്പം ഉണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് സഹോദരനോട് അൻസിൽ ഇക്കാര്യം പറയുന്നത്. അവൾ എന്നെ ചതിച്ചു, അവൾ എനിക്ക് വിഷം തന്നു എന്ന്. ഇത് എന്തായാലും പോലീസ് മരണമൊഴിയായി തന്നെയാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. ആശുപത്രിയിലെത്തി ഇന്നലെ രാത്രിയോടുകൂടിയാണ് അൻസലിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. 30 മില്ലിലിറ്ററിൽ കൂടുതൽ വിഷം ഉള്ളിൽ ചെന്നാണ് അൻസൽ മരിച്ചിരിക്കുന്നതെന്നാണ് പോലീസിന്റെ ഡോക്ടർമാരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അൻസലിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം കൊലക്കുറ്റം അടക്കമുള്ളവ ചുമത്തുവാൻ തന്നെയാണ് പോലീസ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. യുവതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വൈകാതെ മരിച്ചതെന്ന് പോലീസ് ഉറപ്പിച്ചോ? അതോടൊപ്പം തന്നെ ചോദിക്കട്ടെ, ഈ പെൺസുഹൃത്ത് കുറ്റം സമ്മതിച്ചോ? പെൺസുഹൃത്ത് നേരത്തെ തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുടുംബം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ യുവതിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ തന്നെ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അൻസലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് യുവതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അപ്പം യുവതിയുടെ വീട്ടിൽ നിന്നും ഈ
വിഷം നൽകാൻ ഉപയോഗിച്ച വിഷക്കുപ്പിയും കണ്ടെത്തി. ഒപ്പം ഇതെവിടെ നിന്നാണോ ഈ വീട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെയുള്ളൊരു കടയിൽ നിന്നാണ് ഈ കീടനാശിനി വാങ്ങിയത് അതും കൃത്യമായി തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കട ഉടമയും അത് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും തെളിവുകളെല്ലാം യുവതിക്ക് എതിരായി തന്നെയാണ്. പോലീസിന്റെ പക്കലുള്ള തെളിവുകളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യുവതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായി, ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി. കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് യുവതി പറയുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം യുവതിയുടെ ഈ അൻസിലിന്റെ മാതാവിനെ യുവതി വിളിച്ച് അൻസിൽ വിഷം കഴിച്ച് ഇവിടെ ഉണ്ട് എന്ന വിവരവും കുടുംബം പോലീസിന് മൊഴിയിൽ നൽകിയിരിക്കുന്ന മൊഴിയിൽ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. അങ്ങനെ തെളിവുകളെല്ലാം യുവതിക്ക് എതിരാണ്. പോലീസ് ഇനി കാത്തിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനാണ്. എത്ര ശതമാനത്തോളം വിഷമാണ് ഉള്ളിൽ ചെന്നത്, ബലം പ്രയോഗിച്ചാണോ വിഷം നൽകിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ പറയുന്നു. ഇവർ തമ്മിൽ ആ സമയത്ത് വിഷം നൽകുന്നതിന് തൊട്ട് മുൻപ് പോലും തർക്കത്തിലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് അൻസലിന്റെ ശരീരത്തിലോട്ട് ഈ വിഷം ഉള്ളിൽ ചെന്നത് എന്നുള്ള സംശയം ബാക്കി നിൽക്കുന്നു. നിർബന്ധിച്ച് ബലപ്രയോഗത്തിലൂടെ കൂടി അൻസലിന് വിഷം നൽകുകയായിരുന്നു, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചായയിലോ ജ്യൂസിലോ വല്ലതും കലർത്തി കൊടുക്കുകയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും വിവരം പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ഇപ്പോൾ? വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ അത് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മദ്യത്തിലായിരിക്കും ചിലപ്പോൾ വിഷം കലർത്തി കൊടുത്തത്. അത് അൻസിൽ അറിയാതെ തന്നെ വിഷം കലർത്തി കൊടുത്തിരിക്കാം എന്നൊരു നിഗമനത്തിലാണ് പോലീസും എത്തി നിൽക്കുന്നത്. പക്ഷേ യുവതി കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. എന്താണ് ഇവർ തമ്മിലുള്ള തർക്കം? അങ്ങനെ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം തന്നെയാണെങ്കിൽ കൃത്യമായി തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളല്ല, ഈ വിഷക്കുപ്പി പോലും കീടനാശിനി പോലും അടുത്തുള്ള കടയിൽ നിന്നും യുവതി വാങ്ങിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അത് യുവതിയാണ് പറയാനുള്ളത്. എങ്ങനെയാണ് ഈ വിഷം നൽകിയത്? 300 മില്ലി ലിറ്ററിലധികം വിഷം ഉള്ളിൽ ചെന്നു എന്ന് ഡോക്ടർമാർ, രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളും ലഭ്യമാകും. ഒപ്പം യുവതി തന്നെയാണ് ഇനി പറയേണ്ടത് എങ്ങനെയാണ് ഈ വിഷം നൽകിയതെന്ന്. അതും നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. ചോദ്യം ചെയ്യൽ ഇപ്പോൾ കോതമംഗലം സ്റ്റേഷനിൽ പുരോഗമിക്കുകയാണ്. മറ്റൊരു കേസിലെ, ഒരു പീഡന കേസിലെ അതിജീവിത കൂടിയാണ് ഈ പെൺകുട്ടി. അതുകൊണ്ടാണ് നമുക്ക് പെൺകുട്ടിയുടെ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാൻ അതോടൊപ്പം തന്നെ മരണപ്പെട്ട ഈ അൻസിൽ, അയാൾ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്, വിവാഹിതനാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് ശരിയാണോ? പോലീസ് അത് സ്ഥിരീകരിക്കുന്നുണ്ടോ? അതെ, അൻസിലും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. നിരവധി കേസുകളുണ്ട്. ഒരു ഗുണ്ട എന്ന രീതിയിൽ തന്നെയാണ് പോലീസും അൻസിലിനെ പറയുന്നത്. നിരവധി കേസുകളുണ്ട്. അടിപിടി കേസുകളിലടക്കം പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് അൻസിൽ. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുമുണ്ട്. അൻസിലും യുവതിയും തമ്മിലുള്ള ബന്ധം അത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കുടുംബത്തിലും അറിയുന്നുണ്ടായിരുന്നു. പലതവണ യുവതി അൻസിലിന്റെ ഭാര്യയെയും മാതാപിതാക്കളെയും ഒക്കെ വിളിച്ച് ഈ ബന്ധത്തിൽ നിന്നും അൻസിലിനെ പിന്മാറണം എന്ന് പറയണം എന്നൊക്കെ പലതവണ സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അപ്പോഴൊന്നും അൻസിൽ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല എന്നുകൂടി ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഇനി എന്തിനാണ് ഇത് കൊലപ്പെടുത്തിയത്, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, ഏത് രീതിയിലാണ് വിഷം നൽകിയത് എന്നതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. അതെന്തായാലും നമുക്ക് വരും മണിക്കൂറിൽ അറിയാനും സാധിക്കും. യുവതിക്ക് മറ്റ് ചില ആൺ സുഹൃത്തുക്കൾ ഉള്ളതാണ് അൻസിലിന്റെ പ്രശ്നമായത്. അതിനെ തുടർന്നാണ് ഇവർ തമ്മിൽ തർക്കമുണ്ടാകുകയും ഇവർക്കിടയിൽ സാമ്പത്തിക ഇടപാടുകളടക്കം ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി ബന്ധുക്കൾ പറയുന്നുണ്ട്. യുവതി തന്നെ നേരത്തെ അൻസിലിനെതിരെയും ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. പിന്നീട് അത് ഒത്തുതീർപ്പാകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഭവ്യ, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുകയുള്ളൂ. അത് എത്ര വേഗം പൂർത്തിയാകും? ഭവ്യ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. അല്പസമയം മുമ്പാണ് മൃതദേഹം രാജഗിരി ആശുപത്രിയിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവന്നത്. എന്തായാലും 2 മണിക്കൂറെങ്കിലും വേണ്ടിവരും പോസ്റ്റ്മോർട്ടം. അതിനുശേഷമായിരിക്കും അതിന്റെ റിപ്പോർട്ടടക്കം ഡോക്ടർമാർ പോലീസിന് കൈമാറുകയുള്ളൂ. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും കൊലക്കുറ്റം അടക്കമുള്ള കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്ന കേസ് കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ടതുണ്ട്, കൊലക്കുറ്റമടക്കം ചുമത്തേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയുള്ളൂ. ഇപ്പോഴെന്തായാലും യുവതി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും പുരോഗമിക്കുന്നുണ്ട്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകുന്നത്.